കുട്ടിയെക്കുറിച്ചൊന്നും അറിയില്ല. എവിടെയുള്ളതാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, ഒരു ധാരണയില്ല. ഞാൻ നേരിട്ട് എനിക്ക് 2 ദിവസം കണ്ടു, അത്രയുള്ളൂ, ഒരു ദിവസം കണ്ടു. അതെന്തോ ഇത് ഒരു ഇതായിട്ട് എനിക്ക് ഹെൽമെറ്റ് രണ്ടുപേർക്കും ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഞാൻ ഇപ്പോൾ 2 വർഷം വരെയായി ഞാൻ വരാറില്ല. മറ്റേ എല്ലാ പെരുന്നാളിന് രാവിലെ വരും. ഇവളെ കൊണ്ടുവന്ന് റഹീമിൻ്റെ വീട്ടിൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അത്ര ഒരു ഇതായിരുന്നു. അവർ റഹീമിൻ്റെ ഉമ്മയാണ്. റഹീമിൻ്റെ ഉമ്മ 80 വയസ്സ് കഴിയും, എനിക്ക് തോന്നുന്നു 80 വയസ്സ് കഴിയും. അവർ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ പഴയ തറവാട് പോലെ കെട്ടിയ വീടും ചാണാൻ മൊഴിയ വീടായിരുന്നു 2 വർഷം മുമ്പ് വരും. പിന്നെ തൊട്ടടുത്ത് മക്കളുണ്ട്. ഇവരാരും വീട്ടിലും പോയി നിൽക്കില്ല. കാര്യത്തിന് പോയി അപ്പോഴും തന്നെ തിരിച്ചു പോരും. ബന്ധുക്കളാണ്. വലിയച്ഛനും വലിയമ്മ, പിന്നെ അമ്മുമ്മ, ഈ കൊലപ്പെടുത്തിയ പയ്യൻ്റെ അമ്മുമ്മ, വലിയച്ഛൻ, വലിയമ്മ, അനുജൻ ചേട്ടനും എന്താ സ്നേഹമാണെന്നറിയാമോ. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, ഒരുമിച്ചിരുന്ന് കെട്ടിപ്പിടി കളിക്കും, എല്ലാം അതായിരുന്നു. ഇത് സംഭവിച്ചെന്നുള്ളത് ഇനി പെൺകുട്ടിക്ക് വേണ്ടിയോ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക്. അത്ര സ്നേഹം. ഇവിടുത്തെ മൊഴിയിൽ ആദ്യം പറഞ്ഞത് മാനസിക ബുദ്ധിമുട്ടുണ്ട്, മാനസിക വൈകല്യമുണ്ട് എന്നൊക്കെ പ്രതി പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അത് പ്രതി പറഞ്ഞല്ലേ. നമുക്ക് ഇതുവരെയും അങ്ങനെയൊന്നും ആരും എന്നെ ഇപ്പോഴത്തെ സംഭവങ്ങളൊന്നും എൻ്റെ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം ആരും പറഞ്ഞില്ല. സാമ്പത്തിക ബാധ്യത ഒന്നും ഉള്ളതായിട്ട് ഇപ്പം അറിയില്ല. ഇതിൻ്റെ കടബാധ്യതയൊക്കെ തീർന്നു, അത് വ്യക്തമായി എനിക്കറിയാം. KSFBയിൽ ലോൺ എടുത്തതും പിന്നെ ചിട്ടി കെട്ടിയതും പിന്നെ അത് അടച്ചു തീർത്തതും പ്രമാണം തിരിച്ചെടുത്തതും ഒക്കെ എനിക്കറിയാം. അതൊന്നും ഇതൊക്കെ കടങ്ങൾ തീർന്നു. അഫാൻ കുടുംബം ഇവിടെ വന്നിട്ട് എത്ര ആളായി? ഇവിടെ വീട് വെച്ച് താമസമായിട്ട്? ഇവിടെ വീട് വെച്ചിട്ട് ഒരു 10 വർഷമായി. അങ്ങ് അറ്റം അങ്ങ് എന്ത് പറയാൻ വീടില്ലായിരുന്നു. അവർക്ക് കൊച്ചുകുട്ടികളായിരുന്നു. ഒരു ഈ ഷമീർ ഇളയ സഹോദരൻ ഗൾഫിൽ വെച്ച് മരിക്കുമ്പോഴെല്ലാം പെട്ടെന്ന് അതിൻ്റെ മുൻപന്തി ഞാനായിരുന്നു നിന്നത്. ഇവിടെ പെട്ടെന്ന് കൊണ്ടുവരാനും എല്ലാത്തിനും പെട്ടെന്ന് പറയാനകത്ത് എല്ലാം അതിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഞാനാണ് ബോഡി ആയിട്ട് വാങ്ങുന്നത്. ആ രീതിയായിരുന്നു.